വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ചോരയൊക്കെ പോയി ഞരമ്പ് കെട്ടായിട്ട് എന്തായാലും പറ്റി എന്ത് ചെയ്യും? എനിക്ക് ജീവിച്ചിട്ടും വല്ല കാര്യമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെയാണ്. നമ്മളെന്തിനാ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെയാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ജീവിച്ചിട്ടും വല്ല കാര്യമൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചാരിയോ? പിന്നെ ആർക്ക് വേണ്ടി കിണറൊക്കെ ഇപ്പൊ ഉണ്ടാക്കുന്നത്? ഒരു നാട്ടുകാർ വഴി ഒരു സ്ഥലത്തിന് അങ്ങ് മേലുള്ളവരെല്ലാവരും ഓടി വന്നിട്ട് എന്നോട് കൊണ്ടുപോകാൻ പറ്റും. പെണ്ണുങ്ങൾ എനിക്ക് പെണ്ണു അങ്ങനെയാ കൊണ്ടുപോയത്. അവിടെയും തെളിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എന്തോ ഒരു സമാധാനം കിട്ടിയ പോലെയാ ഇപ്പോൾ ഞാൻ. ഇവിടെ മൊത്തത്തിൽ ഒരു വെളിച്ചം വന്ന പോലെ അല്ലേ? ആ ഇപ്പം നോക്കുമ്പോൾ തന്നെ എന്ത് ഒരു 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 ഇതുപോലെ, അല്ലെങ്കിൽ എന്താ ഈ കാട്ടിൻ്റെ ഉള്ളിൽ. എന്നാൽ രാത്രി ഉറങ്ങിയിട്ടില്ല. ഓപ്പറേഷൻ്റെ ചെയ്തതിൻ്റെ വേദന ആയിരിക്കും. കത്തിക്കാൻ വിറകില്ലാത്തോണ്ടാണോ ഈ വിറക് വെട്ടാൻ പോയേ? കൈ മുറിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ വരാനുള്ളത്? ഇപ്പോൾ നമ്മൾ ആരും വിചാരിച്ചാലും സ്ഥലം കേൾക്കാം. അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ല. അവളെ ഇഷ്ടത്തിന് പോയിട്ട് വിറക് വെട്ടിയ വെട്ടി കൈക്ക് തന്നെയായി. അങ്ങനെ പൈപ്പിൽ വെള്ളമില്ല. ഞാനും എങ്ങനെ വെള്ളം കൊടുക്കട്ടെന്ന് അപ്പൊ തലകറങ്ങി അപ്പാട് വീടാൻ നോക്കിയപ്പോ ചേച്ചിമാരെന്നെ കുറിച്ച് കൊണ്ടുവന്നിട്ട് വെള്ളം തന്നിട്ട് ഇവിടെ കൊണ്ടുപോയി. ഇതെങ്ങനെ സംഭവിക്കുന്നു? എനിക്ക് ആരും നാട്ടുകാരും സഹായിച്ചില്ല. ഇങ്ങനെ വരിക. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആറള ഫാം കോട്ടപ്പാറ ബ്ലോക്ക് 10 പ്രദേശത്താണുള്ളത്. നമ്മുടെ രമേശേൻ്റെ വീടിൻ്റെ അടുത്താണുള്ളത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ രമേശേൻ്റെ കിണറുപണിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. കിണറുപണിയുടെ പണിയും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും കഴിഞ്ഞു. ഗ്രില്ലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കിണർ തേകാമെന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ 2-3 ദിവസമായിട്ട് മഴയായി പോയതുകൊണ്ട് നമുക്കത് സാധിക്കാതെ പോയത്. അതും വരുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ രമേശേൻ്റെ ചേച്ചിയുടെ കൈ വാക്കത്തി കൊണ്ട് വെട്ടുകൊണ്ട് മുറിഞ്ഞ കാര്യവും ആശുപത്രിയിലായതും ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്. അത് വളരെ ദാരുണമായ സംഭവമായി പോയി. അപ്പോൾ ചേച്ചി 2-3 ദിവസം അവിടെ ഓപ്പറേഷനൊക്കെ ശേഷം ആശുപത്രിയിൽ കിടന്ന് തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. നമ്മളിപ്പോൾ ഏതായാലും അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അന്ന് ആ ഒരു സംഭവത്തിന് ആസ്പദമായത് ചേച്ചി അവിടുത്തെ കാട് കളിക്കാനായിട്ട് സ്വമേധയാ പോയതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പല എപ്പിസോഡിലൂടെ പറഞ്ഞിരുന്നു. അവരങ്ങോട്ട് പോകുന്ന ആ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴിയും അതുപോലെ തന്നെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ കംപ്ലീറ്റ് കാട് പിടിച്ചിങ്ങനെ വളരെ ഭീകരമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കാട് കളിക്കാനായിട്ട് നമ്മൾ പല രീതിയിലും നമ്മൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോഴും അവരൊന്നും ഇപ്പോഴൊന്നും കാട് കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ നമ്മളിപ്പോൾ അത് കിണറിൻ്റെ പണിയൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അതൊരു ഭയങ്കര ഒരു അരോചകമായി തോന്നിയതുകൊണ്ടും നമ്മുടെ മേഴ്സി ചേച്ചിയും വർഗീസേനും അവർക്ക് ആ ഒരു പ്രദേശത്തെ അവരുടെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റും പരിസരങ്ങളൊക്കെ ഒന്ന് കാട് തെളിച്ച് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രകാരം നമ്മൾ പണിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അവരവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. 3 പേരുണ്ടെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇന്ന് ഒരു ദിവസം കൊണ്ട് അവർ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയം കൊണ്ട് അവർ കംപ്ലീറ്റ് തീർക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ വർക്കിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ആ ചേച്ചീനെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. നമ്മളങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ കണ്ടോ അവരുടെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് കിടന്നതെന്ന് നിങ്ങൾ കണ്ടാണ്. ഈ ഒരു ഭാഗം കിടന്ന പോലെ ഇതിലും ഭീകരമായിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതായാലും അവർ ഈ ഒരു പരിസരം കാട് തെളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവരുടെ അങ്ങോട്ട് വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി ഇത് സാധാരണ ഇത് വെച്ച് വെട്ടാനായിട്ട് പറ്റില്ല. ഒരു വാള് ഒരു സൈസ് ബ്ലേഡ് വെച്ചിട്ടാണ് അവർ വെട്ടിയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ തെരുവാ പുല്ലായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇത് വെട്ടിക്കഴിഞ്ഞാലും അതേ സൂരി തന്നെ 1-2 മാസം കൊണ്ട് വളർന്നു വരികയും ചെയ്യും. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. ഒരു പ്രദേശം മുഴുവനും അങ്ങനത്തെ തെരുവാ പുല്ല്, അതായത് ലെമൺ ഗ്രാസ് എന്ന് പറയുന്ന പുൽത്തൈലമൊക്കെ ഉണ്ടാക്കുന്ന പുല്ലാണിത്. ഈ ഒരു പ്രദേശം മുഴുവൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു കയറുന്ന വഴി മാത്രം ഒരു ഇത്രയും രീതിയിൽ അങ്ങ് ചെയ്തിട്ട് ബാക്കിയെല്ലാം നമ്മളൊരു 1 മീറ്റർ റോട്ടിൽ നിന്ന് 1 മീറ്റർ 2 സൈഡിലേക്കും കട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു വർക്ക് തുടങ്ങിയിട്ട് കുറേ സമയമായി. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 10-11 മണി കഴിഞ്ഞു. രമേശേട്ടന് ഇവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര മഴയായിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കിണർ തേകാൻ പറ്റാണ്ട് പോയത്. രമേശേട്ടാ, അപ്രതീക്ഷിതമായി മഴയായിപ്പോയി അല്ലേ?
ഇന്നലെ രാത്രി മുതൽ ഒരേ പെയ്ത്താ മഴ. മഴ അല്ലേ? പിന്നെ 2 മോട്ടർ വെച്ചാലും എന്തായാലും വെള്ളം പറ്റൂല. ഉറവേ അത് നമുക്ക് 2-3 ദിവസം കൂടെ നോക്കാം അല്ലേ? നോക്കിയിട്ട് പോരെ. മഴ എന്തായാലും മാറട്ടെ. അതെ നമ്മൾ ഇന്ന് കിണർ തേകാനായിട്ട് ഇരുന്ന കേട്ടോ. പക്ഷെ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ ഇച്ചിരി തോർന്ന് നിൽക്കുന്നതെന്നേ ഉള്ളൂ. ഇന്നലെ വൈകിട്ട് ഒരു 3-4 മണിയായപ്പോൾ തുടങ്ങിയൊരു മഴ അതങ്ങ് തീരാണ്ട്. ഇപ്പം ഇന്ന് ഈ ഒരു നേരം വെളുക്കുന്നേരം വരെയുള്ള സമയങ്ങളിലും മഴയായിരുന്നു. ഇപ്പോൾ ഒരു ഇച്ചിരി നേരമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ. ഏതായാലും പുല്ല് വെട്ടുന്ന പരിപാടി നടക്കുക. കാട് തെളിക്കുക അല്ലേ? കാട് തെളിക്കുക. അപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം അല്ലേ? അയ്യോ, അല്ലെങ്കിൽ ഈ കാട്ടിക്കൂടെ ഇതിൽ എങ്ങനെ ഞാൻ ഇന്നലെ നടന്നു വന്നപ്പോൾ തന്നെ എന്ത് പേടിച്ച വന്നേന്നറിയോ? പെരുമ്പാമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പെരുമ്പാമ്പുണ്ട്. കണ്ടോ? പിന്നെ അത് അങ്ങ് അവിടെ അതിന്റെ താമസം എന്റെ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോയതാ. കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അതിലെല്ലാ സൈസ് സാധനങ്ങളും ഈ വഴിക്കൊക്കെ ഉണ്ടാവും. നല്ല ഭീകരമായ ഒരവസ്ഥ. അതിന് കാട് തെളിച്ച് അങ്ങ് പോവുക കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വഴി പോലും മനസ്സിലാകുന്നത്. ഇവിടെ നിന്ന് തെളിഞ്ഞ് ഇങ്ങനെ കിടക്കാൻ. അവർ നല്ല അടിപൊളി പണിക്കാരാണ്. ചേച്ചി ആശുപത്രിയിൽ നിന്ന് വന്നാ? ഇന്നലെ വൈകുന്നേരം വന്നല്ലേ? അവിടെ ഡിസ്ചാർജ് ആക്കി. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് 7 ആശുപത്രി ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് സിറ്റി ഇതൊക്കെ മരുന്നൊക്കെ വെച്ച് കെട്ടാ. ഇന്ന് പോകുന്നുണ്ടോ? ഇന്ന് പോകുന്നില്ല. എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഓപ്പറേഷന്റെ ചെയ്തതിന്റെ വേദന ആയിരിക്കും. നാളെ പോണം അല്ലേ? മറ്റേ അത്രയും ദൂരം ആകുമ്പോഴത്തേന് വണ്ടിക്കൂലി ഇതൊക്കെ ആകുമ്പോ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് 7 ബ്ലോക്ക് ഇവിടെ ആശുപത്രി ഉണ്ടല്ലോ, അവിടുന്ന് ശരിയാക്കാം. അവരുടെ കൂടെ ഉണ്ടാവൂലേ? ഏതായാലും ചേട്ടൻ നോക്കിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ആകാശം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇന്ന് രാവിലെ വരെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇപ്പോൾ ഒരു തോർന്നു. കണ്ടോ ഇവിടെയൊക്കെ വെള്ളം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പം ഒന്ന് തോർന്ന് നിൽക്കുന്നതാണ്. ഏത് നിമിഷമായി ഇതിന് സ്പീഡിൽ തുടങ്ങും കേട്ടോ. അതായത് ഇത് മൊത്തം വെട്ടി കഴിയുമ്പോൾ ഒന്ന് തെളിയും കേട്ടോ. ഈ ഒരു സ്ഥലം വളരെ ഭംഗിയാവും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഇതെങ്ങനെയായിരുന്നു ഈ പ്രദേശം കടന്നിരുന്നതെന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം കണ്ടോ വെട്ടിക്കഴിയുമ്പോൾ. ഏതായാലും സമയം ഇപ്പോൾ 2-2:30 ആയി. ഞാനത് ഇവിടെ നമ്മുടെ ആർണ ഫാമിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാട്ടാനെ ആക്രമിച്ചൊരു വിഷയം കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊന്ന് ജസ്റ്റ് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ എങ്ങനെ ഇതിലാണ് നടന്നതെന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ, അതായത് നമ്മൾ ഈ കിണർ പണിയുടെ സമയങ്ങളിലൊക്കെ നമ്മൾ നടന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നടുക്കോടെ കാണുന്ന ഈ ടയറിൻ്റെ പാടുള്ള ഭാഗം മാത്രം വഴിയായിട്ടുണ്ടായിരുന്നത്. ബാക്കി റോട്ടിലേക്ക് അടക്കം ഞാൻ ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു കംപ്ലീറ്റ്. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു 2 സൈഡിലേക്കും ഓരോ മീറ്റർ വെച്ച് ക്ലിയർ ചെയ്യാനായിട്ടാണ് അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടത്. ഏതായാലും അതിൻ്റെ വർക്ക് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്ഥലം കാണാൻ ഒരാശ്വാസമായി കേട്ടോ. ഏതായാലും നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെ ഇതിലെ നടന്നു വന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ സ്ഥലമേ മാറിപ്പോയ ഒരു രീതിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ക്ലിയർ ചെയ്തെടുത്ത് നല്ല വൃത്തിയായിട്ട് ഈ ആനമതിലൊക്കെ വളരെ ഭംഗിയായിട്ട് പണിത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എത്ര ഭംഗിയായിട്ട് ഈ സ്ഥലം ആളുകൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ആളുകൾക്ക് ഇതുകൊണ്ട് എത്ര ഗുണമുണ്ടാകുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. ഏതായാലും വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഏതായാലും കഴിഞ്ഞ പല പ്രാവശ്യം നമ്മളിത് ഇതിലെ സഞ്ചരിക്കുന്ന വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ ഇവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മേഴ്സി ചേച്ചിയും റീസേഡിനും ഇങ്ങോട്ട് ആവശ്യപ്പെടുമായിരുന്നു. അവരുടെ ഇങ്ങോട്ടുള്ള കാടും കാര്യങ്ങളൊക്കെ ഒന്ന് തെളിച്ച് കൊടുക്കണം എന്നുള്ള രീതിയിൽ. ഏതായാലും അതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിപ്പോൾ അവരുടെ വീടിൻ്റെ അവിടം വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ മുമ്പ് വശമാണ് ഇപ്പോൾ അവർ തെളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്ഥലമേ മാറിപ്പോയി കേട്ടോ. ഞാൻ നോക്കട്ടെ, അവരിത് മൊത്തം വെട്ടി തെളിച്ച് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നുണ്ടോ ഇവിടെയാണ് വണ്ടിയൊക്കെ നിർത്തിക്കൊണ്ടിരുന്നത്. ഈ സ്ഥലമൊന്നും മനസ്സിലാകുന്ന പോലും ഇല്ല കേട്ടോ. ഇത്രയും ക്ലിയറായി. അതെ
കാടൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊരു ആശ്വാസം. ഇന്നലെ രാത്രി മുതൽ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയല്ല, ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോൾ തുടങ്ങിയ മഴയാണ്. ഇന്ന് രാവിലെ ഒരു 7 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു ആ മഴ. അപ്പോൾ അത്രയും മഴ ആയതുകൊണ്ടാണ് ഇന്ന് കിണർ വറ്റിക്കുന്ന പരിപാടി അല്ലെങ്കിൽ കിണർ തേകുന്ന പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്ത്. അല്ലെങ്കിൽ ഇന്ന് അതും കൂടെ നടക്കേണ്ടതായിരുന്നു. ഇപ്പം നമ്മളത് ക്യാൻസലൊക്കെ ചെയ്ത് എല്ലാ പരിപാടി ഒഴിവാക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ എന്താ പറയുക, മഴയില്ല, ഒന്നുമില്ല കേട്ടോ. വളരെ തെളിഞ്ഞ കാലാവസ്ഥയും, തെളിഞ്ഞല്ല മഴയില്ലാത്തൊരു അവസ്ഥ. ഇന്നിപ്പോൾ രാവിലേക്ക് ശേഷം മഴ പെയ്തിട്ടുമില്ല. നമ്മളിതൊരു പരിപാടി പ്ലാൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുക. നമ്മളത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നേരെ തിരിച്ചു. ഇതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കേട്ടോ. നമ്മളിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ പണി തുടങ്ങിയായിരുന്നെങ്കിൽ ഇന്ന് പൊരിഞ്ഞ മഴയായിരിക്കും തന്നെ. അതാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണിത്. നമുക്ക് ഈ കിണറിൻ്റെ പണി പലപ്പോഴും ഡിലേ ആയിപ്പോയതിൻ്റെ ഒരു വലിയ പ്രശ്നം ഈ കാലാവസ്ഥയും കൂടെ കേട്ടോ. അവിടെയും തെളിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിരുന്ന ഏണി ഏതായാലും അവരവിടെ തന്നെ സെറ്റ് ചെയ്ത് കേട്ടോ. കിണറവിടെ മൂടിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഈ കണ്ണിലേക്ക് കല്ല് തെറിക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതെ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അത് വേറെ തൽക്കാലം ഈ ഭാഗത്തുള്ള പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും കാടൊന്ന് തെളിഞ്ഞപ്പോൾ തന്നെ ഈ സ്ഥലം ഒന്ന് കാണാൻ ഒരു മേയായിട്ടോ. എനിക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാം തെളിഞ്ഞു കേട്ടോ. ആ ഏണി മാറ്റി വെക്കണോ? ഇന്നലെ രാത്രിയിലെ മഴയുടെയാണ്. ഇതുണ്ടോ ഷീറ്റിൻ്റെ അകത്തൊക്കെ വെള്ളം തുടിഞ്ഞ് കിടക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാം. ഏതായാലും രണ്ടിൽ വെള്ളം കൂടിയായിരുന്നാണ് പറഞ്ഞത്. ഏതായാലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം വെള്ളത്തിൻ്റെ ഒരു സ്ഥിതി എന്താണെന്നുള്ളത്. വെള്ളം കയറി കേട്ടോ. ഇന്നലെ ഒന്നും ഇത്ര ഇല്ലായിരുന്നു. വെള്ളം ഇച്ചിരി കൂടെ പൊങ്ങി, ഇച്ചിരി കൂടെ അല്ല, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. 4 റിങ്ങെങ്കിലും ഉണ്ട് ഇപ്പോൾ. ഇപ്പം നമ്മൾ കുറച്ചൊന്ന് താഴട്ടെ, മഴ ഒന്ന് 2 ദിവസം ഒതുങ്ങി നിന്നാൽ അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അതും കൂടെ കഴിഞ്ഞാൽ ഫുൾ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ സൈഡ് ഭാഗവും കാര്യങ്ങളൊക്കെയാണ്. 2 സൈഡും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാ സൈഡും ചെയ്യണം കേട്ടോ. കിണർ മൂടി ഇട്ടേക്കുന്നതാണ്. കാരണം ഇനി പൊടിയൊന്നും ഇതിൻ്റെ അകത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിലോട്ട് കല്ലൊക്കെ തെറിക്കുന്നുണ്ട്. മാറി നിൽക്കട്ടെ ഇവിടുന്ന്. നമ്മുടെ ചേച്ചി ഇതാ കൈയൊക്കെ മുറിച്ച് ഈ കോലത്തിനായിട്ടുണ്ട് കേട്ടോ. അല്ലേ? ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ? കാട് തെളിക്കുമെന്ന് പറഞ്ഞല്ലായിരുന്നോ? ഇപ്പം സംഭവിച്ചു പോയില്ലേ അല്ലേ? നീരുണ്ടല്ലോ ചെറുതായിട്ട്. ഏത് ഭാഗത്തായിട്ടാ ശരിക്കും കൊണ്ടേ? ആ വേറെല്ലോ വേറെ തൂങ്ങിപ്പോയാ? അത്രയും മുറിവുണ്ടായിരുന്നു? അയ്യോ.
ചേച്ചി എന്താ സംഭവിച്ചെന്ന് ചേച്ചി ഇരുന്നോ, നിക്കണ്ട തല ഇറങ്ങും, ചിലപ്പോ ചോരയൊക്കെ പോയതല്ലേ. നിന്നോ, ഇരുന്നേറ്റോ. ഇഷ്ടംപോലെ പോയിരുന്നു. അന്ന് എന്താ സംഭവിച്ചേ? ഞാൻ അങ്ങ് വഴി ഒന്ന് തെളിച്ചിടാൻ വേണ്ടിട്ട് ആ ഇന്നലെ കത്തി എന്തോ കുറ്റിനോ എന്തോ കൊണ്ടിട്ട് കാപ്പാട് കേറിപ്പോയി. കത്തി തെന്നിപ്പോയി. തെന്നിയെ കൊണ്ട് ചുണ്ട് മാത്രം ഇതിനകത്തേക്ക് കേറിപ്പോയി. ഞാൻ പിടിച്ചു വലിച്ചെത്തപ്പോ ഇതാ ഒരിക്കലും വെക്കോ അതാ പോന്ന എനിക്ക് തല കറങ്ങി പോയി. വെള്ളം തല വിളിക്കാൻ പറ്റിയോ? അവരെ വിളിച്ചോ? അപ്പൊ വിളിക്കാനുള്ള ഇവിടെ ഉള്ളവരെ ആരെ വിളിക്കാൻ ഇവിടെ ആരുമില്ലായിരുന്നോ? ഒറ്റക്കായിരുന്നോ? എന്നിട്ട് എങ്ങനെയാ? ഞാൻ പിന്നെ വെള്ളം കുടി ഇവിടെ കോരി വെച്ച വെള്ളമില്ലേ, ഞാൻ മേലെ വീട്ടിലേക്ക് പോയി. അന്നേരം ഒരാൾ അങ്ങനെ വന്നിട്ട് എന്നെ പിടിച്ചോണ്ട് വന്നിട്ട് വീടിന് തന്നെ വെള്ളം കോഴിച്ച് എനിക്ക് തന്നു. അത്രയ്ക്ക് ദേഹം മുഴുവനും തന്നെ വെള്ളം കോരിയ ഈ കിണറ്റിന്ന് പോയിട്ടില്ല, തന്നെ കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു കുറവുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കൈ കെട്ടി വെച്ചാ? കൈ അന്ന് ഞായറാഴ്ച അല്ലായിരുന്നോ? ഞായറാഴ്ച ഒരാശുപത്രി ഉണ്ടാവില്ല. അതെ. എന്നിട്ട് ഞങ്ങൾ എവിടെയപ്പ എടൂര് വരെ പോയിരുന്നു. അവിടെ ഒന്നും തോന്നില്ല. എന്നിട്ട് അപ്പാ തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെയായി. പിറ്റേ ദിവസം ഒരു 6 മണിയായപ്പോ ബസ് പോകുന്നില്ലേ, ആ ബസ്സിൽ തന്നെ ഞങ്ങൾ കേറി പേരാർക്ക് പോയി. പേരാരും ചെന്ന് നോക്കുമ്പോ അന്ന് ഞായറാഴ്ച തന്നെ പോയോ നിങ്ങള്? ഞായറാഴ്ച പോകാൻ പറ്റില്ല, ആടെ അടവായിരുന്നു. അപ്പൊ ഞായറാഴ്ച പോയില്ലേ? പോയില്ലായിരുന്നു. വീട്ടിൽ ഒരു രാത്രി എങ്ങനെ ഇരുന്നു? ഇങ്ങനെ സഹിച്ച് പല്ലും കടിച്ച് സഹിച്ചിരുന്നു. ദൈവമേ, ഒരാശുപത്രി ഇല്ലായിരുന്നു ഈ നാട്ടില്? ഇല്ലായിരുന്നു. പേരാവരൊന്നും ഇല്ലേ? പേരാര് പോയില്ല. ഇവിടെ ഞമ്മൾ എടൂര് പിന്നെ അത്തികലി എല്ലാം പോയായിരുന്നു. ഒന്നും അറിയിക്കണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ വന്ന് അത് അന്വേഷിക്കാൻ, മറ്റേ കിണറിന്റെ കാര്യം അന്വേഷിക്കാൻ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ പോയേക്കുവാന്ന്. അന്ന് തന്നെ ഇതൊക്കെ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അന്ന് തന്നെ പെണ്ണിനെ വിളിച്ച് ഞാൻ പെണ്ണിനെയും കൂട്ടി നേരെ പേരാരി. അന്ന് പോകാൻ പറ്റില്ലായിരുന്നു, സദ്യയില്ലേ, അങ്ങനെ രണ്ട് പെൺമക്കൾക്ക് പോകാനാ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വീട്ടിൽ തന്നെ നിന്ന് വീട്ടിലേക്ക് കയറി വീട്ടിൽ ഒരു രാത്രി മൊത്തം അങ്ങനെ വേദന സഹിച്ചിരുന്നു. ഞാൻ ഉറങ്ങി വരില്ല, ഇതൊക്കെ തന്നെ പോയിക്കൊണ്ടേയിരിക്കുമല്ലേ. അവിടെ പോയിട്ട് പേരാരി പോയിട്ട് ഈ കയ്യിൽ വെട്ടി കെട്ടിയതിന്റെ ശേഷം ഉറങ്ങിട്ടാ ഒന്നും പറഞ്ഞ അവര് പരിയാസത്തേക്ക് പോകാൻ വേണ്ടി എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു നമ്മൾ മോളെ ഉള്ളൂ, ഞങ്ങൾക്ക് അത്രയും വല്ല പൈസ ഇല്ല, അപ്പം തലശ്ശേരി തന്നെ അഡ്മിറ്റ് ആക്കാൻ. തലശ്ശേരി എവിടെയാ? കോപ്പറേറ്റീവിലാ? ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് ആശുപത്രി അവിടെ. അങ്ങനെ തന്നെ പറഞ്ഞേ. അങ്ങനെയാ? എന്നിട്ടോ? എന്നിട്ട് അവിടെ പോയി അന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഇന്നും എന്തായാലും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഒരു രാത്രി ഇവിടെ കിടക്കണം. അങ്ങനെ കിടന്നു. പിറ്റേ ദിവസം ഒരു 10 മണിയായപ്പോ ഓപ്പറേഷൻ ചെയ്തല്ലേ. അത് ചെയ്തിട്ട് 2 ദിവസം ആശുപത്രി കിടന്നു തോന്നുന്നല്ലേ? കിടന്നിട്ട് 2 അല്ല 3 ദിവസം കിടന്നല്ലേ? 3 ദിവസം കിടന്നു. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് പോവാൻ. അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഞാനിത് ഇവിടെ വന്നപ്പോഴാ ഇങ്ങനെ പറഞ്ഞപ്പോഴാ അറിയുന്നതേ. എന്നിട്ട് പിന്നെ ഞാന് വിളിച്ച് ചോദിച്ചു. അപ്പൊ മോള് പറഞ്ഞേ പൈസ ഒന്നും കയ്യിലില്ല എന്നുള്ള പറഞ്ഞതും. പിന്നെ ഞാൻ മറ്റേ മേഴ്സി ചേച്ചി ഇല്ലേ, നമ്മുടെ കിണർ ഒക്കെ തീര് തന്നെ, ചേച്ചിയോട് പറഞ്ഞു. അപ്പോഴേ അങ്ങനെയാണ് ചേച്ചി പൈസ ഇട്ട് തരാൻ വേണ്ടിട്ട് പറഞ്ഞതും ഒക്കെ. ആ പൈസ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാധനമൊക്കെ വാങ്ങിയിരിക്കും. എന്നോട് അന്ന് വിളിച്ചപ്പോ പറഞ്ഞാണ് കയ്യിൽ വേറെ 500 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പരിചയത്തേക്ക് പോകാൻ തന്നെ നമ്മളെല്ലാ ദിവസവും ഇവിടെ വരുന്നല്ലായിരുന്നു. ഒരു വാക്ക് വിളിച്ച് പറയണ്ടേ? വിളിച്ച് പറഞ്ഞാ പോരാന്നോ? എന്തെങ്കിലും മാർഗം ഉണ്ടാക്കൂല നമ്മള്. ഇതൊക്കെ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ചോരയൊക്കെ പോയി ഞരമ്പ് കെട്ടായിട്ട് എന്തായാലും പറ്റി എന്ത് ചെയ്യും? എനിക്ക് ജീവിച്ചിട്ടും വല്ല കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെയാണ്. നമ്മളെന്തിനാ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ജീവിച്ചിട്ടും വല്ല കാര്യമില്ല. 2 മക്കളില്ലേ, അവര് വളർന്നു പോയില്ലേ. കെട്ടിക്കാനുള്ള കെട്ടിച്ച് ഒരാൾ പണിക്ക് പോകും, കൊണ്ടുവരൂ, ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ആർക്കു വേണ്ടി കിണറൊക്കെ ഇപ്പൊ ഉണ്ടാക്കുന്നേ? ഒരു നാട്ടുകാർ വഴി ഒരു സ്ഥലത്തിന് അന്ന്
അങ്ങ് മേലെയുള്ളവരെല്ലാവരും ഓടി വന്നിട്ട് എന്നോട് കൊണ്ടുപോകാൻ പറ്റും പെണ്ണുങ്ങള്. എന്നിട്ട് പെണ്ണു അങ്ങനെയാ കൊണ്ടുപോയത്. ചേട്ടൻ ആ സമയത്ത് കൂടെ ഇല്ലായിരുന്നല്ലേ? ആരും ഇല്ലായിരുന്നു. അതിങ്ങനെ നേരം വെളുത്തായിട്ട് നടക്കുകയും എല്ലാ വീട്ടിൽ കൂടെ അങ്ങനെ അത് ഇവിടെ ഇല്ലായിരുന്നു. അതെപ്പോ വന്നെന്ന് പോലും ഞങ്ങൾ അറിയില്ല. ഏതായാലും ഇത്രയൊക്കെ ആയല്ലോ. ഇനി പേടിക്കാൻ വിരൽ അനക്കാൻ പറ്റുമോ ഇനി? എന്താ പറഞ്ഞേ? വിരല് ഇപ്പൊ അനക്കാൻ അനക്കാൻ പറ്റൂല. അല്ല ഞാൻ പറഞ്ഞ പിന്നീട് ശരിയായി കഴിയുമ്പോ അനക്കാൻ പറ്റുമോന്നാണ് പറഞ്ഞേ ഡോക്ടർ. അന്നേരത്തിന് ശരിയാവും. ആണല്ലേ? അതൊക്കെ പേടിക്കൊന്നും കണ്ടെന്ന് എന്നോട്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? ഇപ്പം കുറച്ച് വേദനയുണ്ട്. ആണല്ലേ? നീരൊന്നും ഉണ്ടോന്ന് അറിയില്ല. മരുന്നുണ്ടോ? മരുന്ന് ആന്റിബയോട്ടിക് ഉണ്ടാവും അല്ലേ? ഉണ്ടോ? ഇനി ഈ ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച ഒന്നുകൂടെ പോകാൻ പറ്റില്ല. ആണല്ലേ? പിന്നയക്കണ്ടേ ഓപ്പറേഷൻ, അതെടുക്കാൻ വേണ്ടിട്ട് ഒന്ന് അടുത്ത അതിനും പോണം. പിന്നെ ഇവിടെ ഒരാൾക്ക് പറ്റില്ലേ അവിടെ പോയിട്ട് ഇതിന്റെ കെട്ടയച്ചിട്ട് മരുന്ന് വെക്കാനും പറഞ്ഞു. എന്തായാലും അടങ്ങി ഒതുങ്ങി ഇരിക്കട്ടോ. ഇനി ഒതുങ്ങിയിരിക്കുള്ളൂ. ഇനി ഒതുങ്ങിയിരിക്കേ. എന്തെന്നറിയാം, ഇനി കാടൊക്കെ തെളിച്ചല്ലേ, ഇനിയിപ്പോ കാട് കളിക്കാനൊന്നും പോണ്ട കേട്ടോ. ഇന്ന് എനിക്ക് പോണ്ട, വിശ്രമിക്കുക കേട്ടോ. എന്തായാലും ഞാൻ ഓർത്തു പോയി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടേ പെട്ടെന്ന് ഇങ്ങനെ ഓരോ കേൾക്കുമ്പോ നമുക്കൊരു വിഷമം. എനിക്ക് സങ്കടമാണ്. മരിക്കാൻ പോലും എനിക്ക് വായു കൊള്ളവയ്ക്കാൻ പോലും എന്റെ വീട്ടിൽ ആരുമില്ല. അതാ പിള്ളേരെല്ലാം ഓരോരോ അച്ഛനാണ് നേരം പോയിട്ട് വെള്ളം കുടിക്കത്താച്ച് നാട്ടുകാർ ആ കുന്നും മല കയറിയാ ഞാൻ കൊണ്ടുപോയത്. ഒത്തിരി വെള്ളം എടുത്ത് വെച്ചതില്ല, അങ്ങനെയൊക്കെ പൈപ്പിൽ വെള്ളമില്ല. അങ്ങനെ ഞാൻ എങ്ങനെ വെള്ളം കൊടുക്കട്ടെന്ന് ഓർത്തിട്ട് ഞാൻ കയറിപ്പോയതാ. അപ്പൊ തലകറങ്ങി അപ്പാടെ വീടാൻ നോക്കിയപ്പോ ചേച്ചിമാരെന്നെ കുറിച്ച് കൊണ്ടുവന്നിട്ട് വെള്ളം തന്നിട്ട് ഇവിടെ കൊണ്ടുപോയി. ഇതെങ്ങനെ സംഭവിക്കുന്നു? എനിക്ക് ഒരാരും നാട്ടുകാരും സഹായിച്ചില്ല. ഇങ്ങനെ വരിക നമ്മൾ അയലകം വീട് കയറി തന്നെ നമ്മൾ തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ത് പറയാൻ തന്നെ നമുക്ക് അങ്ങോട്ട് കയറി പോകണ്ടേ. ഒരു ഏതെങ്കിലും ഒരു കുടുംബക്കാരി വീടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് അവർ പോയില്ലേ? അവരുമില്ല. ഈ ഒറ്റൊരു വീട്ടിലായിക്കൊണ്ട് ഞാൻ തലക്കുറിച്ചില്ല. ഇനിയിപ്പൊ ഈ പണിയിലൊക്കെ കഴിയുമ്പോ പിന്നെ ഇറങ്ങും. കെട്ടി പോയ മക്കൾക്ക് നമ്മളവിടെ നിൽക്കുവോ? അവര് നിൽക്കൂല. പിന്നെ കെട്ടിക്കാത്ത ആ മക്കളുണ്ടെങ്കിൽ അവര് കുറച്ച് പണിക്ക് പോയില്ലേ? പിന്നെ ആരോടെ നമുക്ക് തരത്തിന് അങ്ങനെ എങ്ങനെങ്ങനെ ജീവിച്ച് ഫോട്ടോ നോട്ടിച്ച് നടക്കുന്നു. പക്ഷെ അന്ന് എനിക്ക് വിറകും വരിയില്ലായിരുന്നു, വിറകില്ലായിരുന്നു. വൈ തെളിച്ചു എല്ലാ പണിയെടുത്ത് കൊണ്ട് അങ്ങ് പറ്റിപ്പോയത്. എനിക്ക് അന്ന് എനിക്ക് തെളിക്കാൻ പോണെന്ന് തന്നെ നല്ല കത്തിക്കാൻ വിറകില്ലാത്തോണ്ടാണോ ഈ വിറക് വെട്ടാൻ പോയെ? വിറക് പോയെ വിറക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ പറമ്പില്. അതൊന്ന് വെട്ടിയെടുക്കാൻ പോലും ഈ വീട്ടിലുള്ള അച്ഛനോ മോനൊന്നും സഹായിക്കും. അച്ഛൻ രാവിലെ തിന്നും കിടന്നുറങ്ങും. പിന്നെ എവിടെങ്കിലും പോകണമെന്ന് വെച്ചാൽ അതങ്ങോട്ട് പോവും. പിന്നെ കയറി വരുന്നപ്പോൾ അത് അഞ്ചപ്പോൾ അത് വരി വീട്ടിൽ കിടന്നുകൊണ്ട് ഞാൻ ഇറങ്ങും. സാറില്ല, ഇനി പോട്ടെ. ഇനിയിപ്പം പറഞ്ഞതിനെ കുറിച്ച് കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കഴിഞ്ഞില്ല, ഇനി സാറില്ല കേട്ടോ. എല്ലാം രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ മതി. എന്നാ പോയി വിശ്രമിക്കട്ടോ. ചേച്ചി എന്നാ പോയിക്കോ. പോയിക്കോ കേട്ടോ. വളരെ സങ്കടകരമായൊരു കാര്യമായി പോയി. നമുക്ക് കണ്ണ് നിറയാതെ അത് കേട്ടിരിക്കാൻ പറ്റിയല്ല കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് എവിടെയോ ഉള്ള 2 പേര് ഇവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത് കൊടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ചെയ്താക്കി കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് വന്നപ്പോൾ മേഴ്സി ചേച്ചിക്കും ഹസ്ബൻഡിനും അതുപോലെ എനിക്കൊക്കെ സങ്കടമായിപ്പോയി കേട്ടോ. ഇതൊന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും കുഴപ്പമൊന്നും കൂടാതെ തിരിച്ച് കിട്ടിയില്ലോ എന്നുള്ളൊരാശ്വാസം മാത്രം. കാട് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരുടെ അയലോക്കത്തുള്ള ആളുകളാട്ടോ. ചേച്ചീനെ കാണാനായിട്ട് വന്നിരിക്കുന്ന കേട്ടോ. കുറേ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണും പോയി ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ഏതായാലും ഞാനൊന്ന് ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഇതെന്തായാലും വൈകിട്ട് വരെ എടുക്കും. ഇനി ഇപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒരു 4 മണി 5 മണി വരെ എന്തായാലും വർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്ത് പോയിരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒന്നുകൂടെ വരും. എന്നിട്ടായിരിക്കും ബാക്കി ഇതിൻ്റെ കാണാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം ഒരു വൈകിട്ടായപ്പോഴത്തേക്കും ഇതാണ് സ്ഥിതി കേട്ടോ. ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എല്ലാം ക്ലിയറാക്കി പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ക്ലിയറാക്കിയിട്ടുണ്ട്. അതൊക്കെ വേറെ ആളുകളുടെയും ഒക്കെ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ വീടിൻ്റെ ചുറ്റോട് ചുറ്റും നിങ്ങൾ ഈ സ്ഥലമൊക്കെ എങ്ങനെയാണ് കിടന്നതെന്നുള്ളതും ഈ വരുന്ന വഴിയൊക്കെ എങ്ങനെ ഇരുന്നതെന്നുള്ളതും കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കംപ്ലീറ്റ് ബ്ലേഡ് വെച്ച് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പണിയൊക്കെ കഴിഞ്ഞ് അവർ പോവുകയാണ്. ഇപ്പം ചായ കുടിക്കണം. ഞാൻ ചായക്ക് കടിയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ ഈ സ്ഥലം കാണാൻ തന്നെ ഒരു തെളിച്ചമായി. എങ്ങനെയാണ് നമ്മളിതിലെ നടന്നുകൊണ്ടിരുന്നതെന്നുള്ളതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എതിരെ വേണമെങ്കിലും നടന്നു കയറാം കേട്ടോ. ഈ സൈഡിലേക്ക് ഇതിലെ ഈ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങോട്ടൊക്കെ വേണമെങ്കിലൊന്നും പോകാം. നേരത്തെ നമ്മൾ ഈ സ്റ്റെപ്പിൽ കൂടെ മാത്രം പോയിക്കൊണ്ടിരുന്നു. അതാ വീടിന് ചുറ്റോട് ചുറ്റും വൃത്തിയാക്കണമെന്ന് വർഗീസ് ചേട്ടൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെയുള്ള കാട് കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. ഈ മൂലയ്ക്കുള്ളത് അത് കശുമാവിൻ്റെ തൈയാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് വെട്ടാതിരുന്നത് കേട്ടോ. ഈ ഒരു കശുമാവിൻ്റെ ലെവലിൽ കാട് തെളിച്ചിട്ടുണ്ട്. അതുപോലെ കിണറിൻ്റെ ഇപ്പുറത്തോട്ട് ഇത്ര ഏരിയ കണ്ടോ കംപ്ലീറ്റ് തെളിഞ്ഞു. അതായത് ഇവിടെ ഇത്രയും ഏരിയയാണ് സ്വീപ്പാക്കി, അതായത് വടിച്ച പോലെ ആക്കി എടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് നമ്മൾ ഈ തിരുവപ്പുല്ലായിരുന്നു. തിരുവപ്പുല്ല് വലിയ പൊങ്ങി നിന്ന കാടുകൾ അങ്ങ് കട്ട് ചെയ്ത്, അതായത് ഇവിടെയൊക്കെ ആനയൊക്കെ ഇടയ്ക്ക് വരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം കാണാൻ പറ്റുന്ന രീതിയിലാട്ടോ. ഇതൊന്നും അവരുടെ സ്ഥലമല്ല, അതുകൊണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്രേ ചെയ്തു കേട്ടോ. ഏതായാലും അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് ഇങ്ങോട്ടൊക്കെ ആണെങ്കിലും പൊങ്ങി നിന്ന കാടുകളൊന്നും ഇപ്പോൾ കാണാനില്ല. നിലത്തോടെയുള്ള പുല്ലുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയും മതിയെന്ന് തന്നെയാണ് രമേശ് ചേട്ടൻ പറഞ്ഞതും ആവശ്യപ്പെട്ടതും. അതുകൊണ്ടാണ് ഇനി വീടിൻ്റെ പുറകുവശത്ത് ഒരിച്ചിരി കാട് നിൽക്കുന്നത് അത് അവർ വെട്ടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അവിടെ എന്തോ കാച്ചിലോ അങ്ങനെ എന്തൊക്കെയോ നട്ട് വെച്ചിട്ടുണ്ട്. അത് രമേശ് ചേട്ടൻ തന്നെ ചെത്തി കളഞ്ഞോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അവർ വെട്ടാതിരുന്നത് കേട്ടോ. ബാക്കിയെല്ലാം തന്നെ ഇപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ തെളിഞ്ഞു കേട്ടോ. ഈ ഒരു പ്രദേശം നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉദ്ഘാടനം അവിടെ കഴിയണം. കാരണം മഴയായതുകൊണ്ട് തന്നെ കണ്ടോ, ഇത് മൂടി ഇട്ടുകൊണ്ട് ഗുണമുണ്ടായി കണ്ടോ. ഓരോന്ന് തെറിച്ച് വന്ന് കിടക്കുന്നുണ്ടോ. കാട് വെട്ടുന്നതിൻ്റെ തെറിച്ച് വന്ന് വീണിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ വഴി തെളിക്കാനായിട്ടാണ് ചേച്ചി പോയപ്പോഴാണ് ഈ സംഭവമൊക്കെ നടന്നത്. അതൊരു വഴി മെഷീൻ കൊണ്ട് തന്നെ അങ്ങ് മോളി വരെ അവർക്ക് തെളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും അങ്ങനെ ഇപ്പോൾ സമയം 5 മണിയായി. ഏതായാലും നമ്മളിനി അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അവർ ചായ കുടിച്ച് അവർ പോവുകയാണ്. നമ്മുടെ ഏണിയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഏണിയുടെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മുകളിൽ ആ ഒരു കൊളുത്ത് നമുക്ക് കാണാം. അതായത് താഴേക്ക് തെന്നി പോരാതിരിക്കാനായിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. രമേശേട്ടാ, ഈ ഏണിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചേ. രമേശേട്ടൻ ഈ ഏണി കയറാൻ പറ്റുമോ എന്നാണ് എന്നോട് വർഗീസേട്ടൻ ചോദിച്ചത്. ഒന്ന് കയറി കാണിച്ചേ. രമേശേട്ടന് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു സംശയം. നേരൊക്കെ അത് ഉറപ്പിച്ചില്ല. അത് കറക്റ്റ് കൊളുത്തി വെക്ക്. ആ സ്ഥാനത്തെ കൊളുത്തി വെക്ക്. കൊളുന്നില്ല, അത് കൊളുത്തില്ല. കുറച്ചുകൂടെ താഴെ, കുറച്ചുകൂടെ താഴെ. കൊത്തില്ലേ? അതന്നെ ആയില്ലേ? ചെരുപ്പ് വേണ്ടല്ലോ.
ബുദ്ധിമുട്ടുണ്ടോ കയറാൻ? ബുദ്ധിമുട്ടുണ്ടോ? ആദ്യം ഒന്ന് കയറുന്നതിൻ്റെ ഒരു പേടിയില്ലേ? പോരെ? ഇത്രയും പോരെ? ചേട്ടൻ ഇറങ്ങുന്നു കേട്ടോ. ചേട്ടാ ഒന്ന് തെളിഞ്ഞൂല്ലേ? അയ്യോ എന്തോ ഒരു സമാധാനം കിട്ടിയ പോലെയാ ഇപ്പോൾ ഞാൻ. ഇവിടെ മൊത്തത്തിൽ ഒരു വെളിച്ചം വന്ന പോലെ അല്ലേ? ആ ഇപ്പം നോക്കുമ്പോൾ തന്നെ എന്ത് ഒരു 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 ഇതുപോലെ, അല്ലെങ്കിൽ എന്താ ഈ കാട്ടിൻ്റെ ഉള്ളിൽ മൊത്തം തെളിഞ്ഞു കേട്ടോ. ഏതായാലും ഒന്ന് വൃത്തിയായി. ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ വേറെ പറമ്പാണ്. ഉള്ള പറമ്പിലുള്ള വലിയ തെരുവുകളും കാര്യങ്ങളും ഒക്കെ തെളിച്ചിട്ടുണ്ട് കേട്ടോ. ഏതായാലും വീടിൻ്റെ പരിസരം ഒന്ന് വൃത്തിയായില്ലേ? വൃത്തിയായി, ഇപ്പോൾ ഒരു സമാധാനമായി. എനിക്ക് വഴിയൊന്നും തെളിഞ്ഞില്ലേ? വഴിയാണ് എനിക്ക് ഏറ്റവും അത്ഭുതം. വഴി കൂടെ നടക്കാൻ ഇത്രയും പോണേ ഇങ്ങനത്തെ ഒരു വഴി കൂടെയാണ് നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തുകൊണ്ടിരുന്നേ. എന്തൊരു വഴിയായില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെളിയും തെരുവയാണെങ്കിൽ അതിന് റോഡിന്റെ നടുക്കോടെ നടന്നാലും തെരുവ മേത്ത് തട്ട്. തെരുവ അത്രയും പുല്ലായിരുന്നു. ഏതായാലും സമാധാനം. ആ ട്രൈബൽ ഓഫീസിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പ്രൊമോട്ടറാണെങ്കിൽ പ്രൊമോട്ടറൊക്കെ കാണാനേ ഇല്ല. ഞാനേ ഇത് മറ്റേ കിണറിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കേ ഇവിടെ നിന്ന് എല്ലാം ചെയ്തിട്ട് അത് മാത്രമായിട്ട് വൃത്തിയായതായിട്ട് കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വർഗീസേട്ടൻ പറഞ്ഞിട്ട് ജീവിച്ചാ കേട്ടോ. നല്ല സന്തോഷമായില്ലേ? ഓ സന്തോഷമൊന്നും പറയാനുണ്ടോ? പക്ഷെ അതിൻ്റെ കൂടുതൽ ദുഃഖം കൂടെ വന്നല്ലേ ചേച്ചിയുടെ കൈ മുറിഞ്ഞതും? കൈ മുറിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ വരാനുള്ളത്? ഇപ്പോൾ നമ്മൾ ആരും വിചാരിച്ചാലും സ്ഥലം കേട്ടില്ല, അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ല. അവളെ ഇഷ്ടത്തിന് പോയിട്ട് വിറക് വെട്ടിയ വെട്ടി കൈക്ക് തന്നെയായി. അതുകൊണ്ട് ഇപ്പോൾ എന്തെല്ലാം കഷ്ടപ്പാടാ. കയ്യിലാണെങ്കിൽ ഒരു പൈസയില്ല. ഞാനാണെങ്കിൽ എത്രയായി ഇങ്ങനെ പണിക്കും പോകാണ്ട് കിടപ്പിലായിട്ട്. ഇത് നടക്കുന്ന തന്നെ ആ കമ്പിയിലെ ഇത് കൊണ്ട് നടക്കുന്ന നല്ല കാലല്ലേ? ആ ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ എന്നാ തേകുന്ന ഇപ്പോൾ മഴയല്ലേ, നല്ല വെള്ളമുണ്ട്. ഈ മോട്ടർ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ചാലും പിന്നെ എന്തിനാ വെറുതെ പൈസ കളയുന്നു? 2 വെയിൽ തെളിയട്ടെ. 2 വെയിൽ തെളിയുമ്പോൾ എന്തായാലും വെള്ളം താഴൂല്ലേ? താഴും. എന്നിട്ട് അങ്ങനെ ചെയ്യാല്ലേ? അപ്പോഴത്തേക്കും പിന്നെ പുല്ല് പിന്നെയും വളർന്നു പോകാതിരുന്നാൽ മതി. നമുക്ക് ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നതിന് മുന്നേ പുല്ലിനെയും കാട് പിടിക്കാതിരുന്നാൽ മതി. ഇല്ല ഇനിയിപ്പോൾ 2 ദിവസം തെളിഞ്ഞാൽ മതി. നമുക്ക് വേഗം തെളിയിട്ട് വേഗം അവര് ഈ ഒഴിവാക്കിയിട്ട സ്ഥലം ചെയ്യൂലേ? അത് ചെയ്യും. ഞാൻ പറഞ്ഞ പിന്നെ സമയത്തേക്ക് എല്ലാം വൃത്തിയായിട്ട്. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വേഗം ഇതിന്റെ ഉദ്ഘാടനം ഒന്ന് കഴിച്ച് വെള്ളം എടുക്കണമെന്നല്ലേ? ആ പഞ്ചായത്ത് മെമ്പറെ ഒന്ന് വിളിക്കണോ? മെമ്പർ വേണ്ട, പ്രസിഡന്റിനെ വിളിക്കാം. വരാനോ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. പ്രസിഡന്റിനെ ഒരു മൂപ്പനെ വിളിച്ചിട്ട് ചുറ്റുപാടത്തുള്ള ആളൊക്കെ വിളിച്ച് ഒരു സന്തോഷം ചെയ്യാം കേട്ടോ. എന്നാ ശരിയെന്നാ. ആയിക്കോട്ടെ. ഓക്കെ. പിന്നെ കിണർ തേകുന്ന ദിവസം കാണാം. ആയിക്കോട്ടെ. അതുപോലെ ഈ തെരുവാപ്പൂലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ കുറ്റി നിങ്ങൾക്കിവിടെ കാണാം കേട്ടോ. ഇത് കട്ട് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ കുറ്റിയാണ് ഈ കാണുന്നത്. ഈ സാധനം പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ മരുന്നടിച്ചിട്ടോ മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതുവല്ല JCB കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ട് ഇതിൻ്റെ ചുവടടക്കം മാന്തി കളയണം കേട്ടോ. എങ്കിലേ ഈ സാധനം നിൽക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അത്രയും റൂട്ടഡായിപ്പോയി. കുറേ കാലങ്ങളായിട്ട് ഇത് നട്ടുപിടിപ്പിച്ച സംഭവം തന്നെയാണ്. ഞാൻ വിചാരിച്ചത് ഓട്ടോമാറ്റിക് വന്നതെന്നൊക്കെയാണ് വിചാരിച്ചത്. അത്ര പഴക്കമുള്ള കുറ്റിയാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏതായാലും വളരെ സന്തോഷം കേട്ടോ. എങ്ങനെയാണ് ഈ ഒരു പ്രദേശം കിടന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെയൊക്കെ നിന്ന് നമുക്കൊരു ഇതിൻ്റെ വീഡിയോയുടെ ഔട്ട്ഡോർ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിരുന്നു. എപ്പോഴും ഞാൻ ചുറ്റുപാടൊക്കെ നോക്കി ഇങ്ങനെ പേടിച്ച് നിന്നുകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും ഇത് തെളിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനം കേട്ടോ. അപ്പോൾ എത്ര ബുദ്ധിമുട്ടിയാണ് ഇവരൊക്കെ ഈ ഒരൊറ്റ വീടേ ഉള്ളൂ. രമേശേട്ടനൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഏതായാലും വീടിൻ്റെ ചുറ്റും അതുപോലെ തന്നെ ഈ വഴി കംപ്ലീറ്റും ഇപ്പോൾ തെളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് സഹായിച്ച, അതിന് വേണ്ടി ചെയ്യാനായിട്ട് മുൻകൈ എടുത്ത വർഗീസ് ചേട്ടനെയും മേഴ്സി ചേച്ചിയും ഒത്തിരി നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. രമേശേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദിയും കൂടെ അവരെ അറിയിക്കണം കേട്ടോ. ഏതായാലും വളരെ സന്തോഷം. നമുക്കധികം താമസിക്കാതെ കിണറിൻ്റെ ഉദ്ഘാടനം പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തണം. ഒന്ന് തേകുക എന്നുള്ള ഒരു കടമ്പയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മളത് നടത്തുന്നതായിരിക്കും കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.